യെസ്, ലിജോ റോളൻസും മുഹമ്മദ് അസ്ലമുമാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളും വിശകലനങ്ങളും നൽകാനായിട്ടുള്ളത്. ആദ്യം ലിജോയിലേക്ക്. ലിജോ, വളരെ വിശദമായാണ് ഈ ശ്രീജിത്ത് സംസാരിച്ചിരിക്കുന്നത്. അദ്ദേഹം നേരിട്ട പീഡനങ്ങളെക്കുറിച്ച്, അദ്ദേഹം രാജിവെക്കേണ്ട മാനസികാവസ്ഥയെക്കുറിച്ച്, അതോടൊപ്പം തന്നെ അവിടുത്തെ പോലീസുകാരെക്കുറിച്ചും പോലീസ് മേലുദ്യോഗസ്ഥരെക്കുറിച്ചും CPM നേതാക്കളെക്കുറിച്ചും അദ്ദേഹം വിശദമായി പറയുകയുണ്ട്. നമുക്ക് ഓരോന്നായി സംസാരിക്കാമെന്ന് തോന്നുന്നു. ലിജോ, അദ്ദേഹം രാജിവെക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണ്? കാരണം അദ്ദേഹത്തിന് ഇനിയും സർവീസ് നിരവധി വർഷങ്ങൾ ബാക്കി കിടക്കുന്നു. അദ്ദേഹത്തിന് ഉപജീവന മാർഗമാണ്. അതെല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് അദ്ദേഹം എന്തിനാണ് രാജിവെച്ചത്? നൗഫൽ, മലപ്പുറം ജില്ലയിലെ പെരുമ്പടമ്പ് സ്റ്റേഷനിലെ SI സ്ഥാനത്ത് നിന്നും രാജിവെച്ചതിന് ശേഷം ശ്രീജിത്ത് ആദ്യമായാണ് ഒരു മാധ്യമത്തോട് പ്രതികരിക്കുന്നത്. അത് മീഡിയ വണ്ണിനോടാണ് പ്രതികരിച്ചത്. ഏകദേശം അരമണിക്കൂറോളമാണ് വിശദമായി തന്നെ ശ്രീജിത്തിനുണ്ടായ കാര്യങ്ങളെക്കുറിച്ചെല്ലാം വിശദമായി സംസാരിച്ചിരിക്കുന്നത്. നൗഫൽ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നിരുന്നു കഴിഞ്ഞാൽ, രാജിയിലേക്ക് പോയൊരു കാര്യം എന്ന് പറയുന്നത് 2023 ഡിസംബർ 23 വരെ എല്ലാ കാര്യങ്ങളും സ്മൂത്തായി പോയിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു ശ്രീജിത്തിന്റെ ജീവൻ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ. അതിനുശേഷം, അതായത് ഈ പരാതി നൽകിയതോടുകൂടെയാണ് ഇയാൾക്ക് സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിലേക്ക് സസ്പെൻഷൻ നേരിടേണ്ടി വരുന്നതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇയാളെ സസ്പെൻഡ് ചെയ്യുന്നതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ സ്വർണ്ണക്കടത്തുകാരുമായുള്ള ബന്ധം ആരോപിച്ചുകൊണ്ടാണ് ഈ സസ്പെൻഷൻ പറയുന്നത്. പക്ഷേ ഉത്തരവിൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല പറയുന്നു. പുറത്തുവന്ന വാർത്തകളിലാണ് ഇയാളെ ഒരു സ്വർണ്ണക്കടത്തുകാരനും കുറ്റക്കാരനുമാക്കാൻ ശ്രമം നടത്തി. അത് തന്നെ ആദ്യമേ തിരുത്തണമെന്ന് ഇയാൾ സർവീസ്, അതായത് സസ്പെൻഷൻ കിട്ടിയതിന് പിന്നാലെ തന്നെ ഉദ്യോഗസ്ഥരോടൊക്കെ ആവശ്യപ്പെട്ടിട്ടും അതുണ്ടായില്ല. അതിനുശേഷം 6 മാസം കൂടുമ്പോൾ റിവ്യൂ നടത്തും. ഓരോ തവണ കഴിയുമ്പോഴും PR നൽകി വീണ്ടും അത് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 2 വർഷം ഡിസംബർ ആകുന്ന സമയത്ത് സർവീസിൽ ാവുകയാണ് ശ്രീജിത്ത്. ഈ എങ്ങനെയും കാര്യം ഈ വലിയ ആഗ്രഹത്തോടുകൂടെ 15 വർഷത്തെ സർക്കാർ സർവീസാണ് ശ്രീജിത്തിനുള്ളത്. ഒരു കണ്ടക്ടറായി ജോലിയിൽ പ്രവേശിക്കുന്നു, ജയിൽ വകുപ്പിൽ പോകുന്നു, തുടർന്ന് എക്സൈസ് വകുപ്പിൽ പോകുന്നു, റവന്യൂ വകുപ്പിലൊക്കെ പോയതിനു ശേഷം പോലീസിൽ സബ് ഇൻസ്പെക്ടറായി കയറിയതിനു ശേഷമാണ് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായത്. തനിക്ക് ഇത്തരത്തിലൊരു അനുഭവമുണ്ട്. അതായത് സുജിത് ദാസിന്റെ മലപ്പുറം SP ക്യാമ്പ് ഓഫീസിൽ നിന്നും ഒരു തേക്ക് മരം മുറിച്ച് അതിനെ ഫർണിച്ചറാക്കി എന്നുള്ള ഒരു കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ശ്രീജിത്ത് പരാതി നൽകുന്നു. അന്നത്തെ SP-ക്കാണ് പരാതി നൽകിയത്. ആ പരാതി നൽകിയതിന് പിന്നാലെ താൻ വേട്ടയാടപ്പെട്ടു തന്നെയാണ് ശ്രീജിത്ത് ഉന്നയിക്കുന്ന ഒരു പരാതി. ഇനി ഒരു കാര്യം തനിക്ക് പിടിച്ചു നിന്ന് പോകാൻ പറ്റുന്ന കാര്യം, ഒരു മകനും മകളും 3 വയസ്സും അവരുടെ മുന്നിൽ പോലും തന്നെ ഒരു തെറ്റുകാരനാക്കി, അതായത് സ്വർണ്ണക്കടത്തുകാരനും ഒരു രാജ്യദ്രോഹിയാക്കി ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു. ആ സിസ്റ്റത്തിനുള്ളിൽ നിന്നുകൊണ്ട് തനിക്കിനി പോരാടുന്നതിന് കുറെ പരിമിതികളുണ്ട്. പക്ഷേ അതിന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ തനിക്ക് ധൈര്യമായ നിയമ പോരാട്ടം നടത്താൻ കഴിയും. അതുകൊണ്ട് രാജിവയ്ക്കുന്നു എന്നുള്ള കാര്യമാണ് ആ ഒരു കാര്യം. യെസ്, അദ്ദേഹം തുടർന്ന് ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതായത് മേലുദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് സമ്മർദ്ദമുണ്ടായിട്ടുണ്ട്, CPM മലപ്പുറം നേതാക്കളുടെ ഭാഗത്തു നിന്ന് സമ്മർദ്ദമുണ്ടായിട്ടുണ്ട്, പരാതി പിൻവലിക്കാനുള്ള ആവശ്യം അവരിൽ നിന്നൊക്കെ ഉയർന്നിട്ടുണ്ട്. ഇതെല്ലാം സൂചിപ്പിച്ചുകൊണ്ടാണോ അദ്ദേഹം പരാതി നൽകുന്നത്? ഇതിനെല്ലാം എന്തെങ്കിലും തെളിവ് അദ്ദേഹത്തിന്റെ കൈവശമുണ്ടോ? ലിജോ, കേൾക്കാമോ? നൗഫൽ, ചോദ്യം ആവർത്തിക്കാമോ? ലിജോ, വളരെ വലിയ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അതായത് മേലുദ്യോഗസ്ഥർ അദ്ദേഹത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു, മലപ്പുറത്തെ CPM ഉന്നത നേതാക്കൾ അദ്ദേഹത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. എല്ലാവരും ആവശ്യപ്പെട്ടത് ഈ പരാതി പിൻവലിക്കണം, അത് സർക്കാരിന് മോശമാണ്, പോലീസിന് മോശമാണ് എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അങ്ങനെ അദ്ദേഹം ഇതെല്ലാം സൂചിപ്പിച്ചുകൊണ്ടാണോ അദ്ദേഹം ഇനിയും നിയമ പോരാട്ടം നടത്താൻ പോകുന്നത്? ഈ കാരണങ്ങൾക്കൊക്കെ ഇതിനെല്ലാം അദ്ദേഹത്തിന്റെ കൈവശം തെളിവുകളുണ്ടോ? വർഷത്തിനിടെ ഏൽക്കേണ്ടി വന്നത് തന്റെ മേലുദ്യോഗസ്ഥർ ആദ്യഘട്ടത്തിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതായത് ഇനി ഇതുമായി മുന്നോട്ട് പോകണമോ, വലിയൊരു കരിയർ തന്റെ മുന്നിലുണ്ടല്ലോ, ഇതുമായി തുടരുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ ആദ്യഘട്ടത്തിൽ മേലുദ്യോഗസ്ഥർ പറഞ്ഞു. അതിന് പിന്നാലെ ഈ CPM നേതാക്കൾ, അത് ഞാൻ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇനി പ്രാദേശിക നേതാക്കളാണ് അല്ല, ജില്ലാ നേതൃത്വവുമായി ബന്ധപ്പെട്ട നേതാക്കൾ തന്നെ ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ പരാതിയിൽ നിന്നും പിന്മാറണം എന്നുള്ളൊരു കാര്യം ആവശ്യപ്പെട്ടു എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം സർക്കാരിനെ പലതരത്തിൽ പ്രതിരോധത്തിലാക്കി മോശമായി ചിത്രീകരിക്കുന്നതിന് കാരണമായി തീരുന്നു. അതുകൊണ്ട് ഇനി പരാതിയുമായി മുന്നോട്ട് പോകരുത് എന്നാണ് ആവശ്യപ്പെട്ടത്. കാര്യം വലിയ രീതിയിലുള്ള ആരോപണമാണ്. ഈ മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ പരാമർശിച്ചുകൊണ്ടാണ് രാവിലെ നമ്മളോട് സംസാരിച്ചത്. കാര്യം മലപ്പുറത്തെ അതായത് മലപ്പുറത്തെ മോശമായി ചിത്രീകരിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നു എന്നുള്ളതാണ് ശ്രീജിത്ത് പ്രത്യേകമായിട്ട് പറയുന്ന കാര്യം. സുജിത് ദാസ് അതിന് നേതൃത്വം നൽകി 150ഓളം സ്വർണ്ണക്കടത്ത് കേസുകളാണ് പിടികൂടിയത്. അതിൽ തന്നെ
99% പിടികൂടിയിരിക്കുന്നത് സുജിത് ദാസ് SP ആയിരുന്ന സമയത്താണ്. അതുകൊണ്ട് അക്കാര്യങ്ങളിൽ ഒരു പുനരന്വേഷണം മാത്രമല്ല, കൃത്യമായി പരിശോധന വേണം എന്നുള്ളതാണ് ശ്രീജിത്ത് ആവശ്യപ്പെടുന്നത്. ലിജോ റോൾസ് തുടരുക. ഇപ്പോൾ